നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം വേദനാജനകവും നടുക്കുന്നതുമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ MV മുകേഷിന് ദാരുണാന്ത്യം. 34 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ പാലക്കാട് കൊട്ടേക്കാട് വെച്ച് റിപ്പോർട്ടിങ്ങിനിടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായത്. ദീർഘകാലം ഡൽഹിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ 1 വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മാതൃഭൂമി.comൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന അതിജീവനം എന്ന കോളം എഴുതിയിരുന്നു. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു അദ്ദേഹം. ഇത് പകർത്തുന്നതിനിടെയായിരുന്നു ആന ആക്രമിച്ചത്. ഉടൻ തന്നെ അദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ് അദ്ദേഹം. ഭാര്യ ടിഷ. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ അപ്രതീക്ഷിതമായിട്ടാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. മുകേഷും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടറും ഡ്രൈവറും ചിതറിയോടി. എന്നാൽ ഓടുന്നതിനിടെ മുകേഷ് കാലിടറി വീണു. തുടർന്നാണ് കാട്ടാന ആക്രമിച്ചത്. മുകേഷിന്റെ ഇടുപ്പിനാണ് പരിക്കേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണിത്. മലപ്പുറം സ്വദേശിയാണ് ഇദ്ദേഹം. 1 വർഷമായി പാലക്കാടായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്തായാലും അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മേഖല, അതായത് ഇവർ റിപ്പോർട്ടിങ്ങിനായിട്ട് പോയ ആ ഒരു സ്ഥലം, ആ ഒരു മേഖല സ്ഥിരം അപകട മേഖല അല്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു അപകട പ്രദേശമല്ല, അപകട മേഖല അല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അപകട മേഖല അല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അവിടേക്ക് റിപ്പോർട്ടിങ്ങിന് പോയതും അതിനിടയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതും. അപ്രതീക്ഷിതമായിട്ടാണ് ആക്രമണം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്യാമറാമാനും റിപ്പോർട്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കാട്ടാനയുടെ ആക്രമണത്തിൽ ക്യാമറാമാനത് തടയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഇടറി വീണുപോയി അദ്ദേഹം. എന്തായാലും അതിദുഃഖകരമായ വാർത്തയാണ് ഈ ഒരു വാർത്ത. എന്നാൽ ഈ ഒരു വിഷയത്തിൽ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്ത അത്യന്തം വേദനാജനകമാണ് എന്നാണ് മന്ത്രി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സഹപ്രവർത്തകരൊക്കെ ഈ ഒരു മരണ വാർത്ത അറിഞ്ഞ് അതിന്റെ നടുക്കത്തിലാണ്. അദ്ദേഹം പ്രവർത്തന മേഖലയിൽ കർമ്മനിരതനായിരിക്കവെയാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നതെന്നതും ഏറ്റവും വേദനാജനകമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മാതൃഭൂമി.comൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന അതിജീവനം എന്ന കോളം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരൊക്കെ ചെയ്യുന്ന ജോലി വളരെ റിസ്ക് ആയിട്ടുള്ള ജോലി തന്നെയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉത്തരവാദിത്ത ബോധം മാധ്യമപ്രവർത്തകർക്കുള്ളതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് ആ ഒരു തീവ്രതയോടെ തന്നെ ആ വാർത്തകളെ എത്തിക്കുക എന്ന ഒരു ബോധത്തോടെയാണ് ജോലി ചെയ്യുന്നത്. അതിനിടയിലാണ് പല മാധ്യമപ്രവർത്തകരും ഇത്തരത്തിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ നിൽക്കവേ തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അപകടകരമായിട്ടുള്ള പല സംഭവങ്ങളും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളിലേക്ക് എത്തിക്കാൻ, വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥയിൽ കൂടിയാണ് മാധ്യമപ്രവർത്തകർ കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. തീർച്ചയായിട്ടും ചില സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അല്ലെങ്കിൽ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടാകും മാധ്യമപ്രവർത്തകർ. എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് എത്ര സുരക്ഷാ കരുതലുണ്ടെങ്കിലും എത്ര മുൻകരുതലുകൾ നമ്മൾ എടുത്താലും ചില സന്ദർഭങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. ചില അപകടങ്ങൾ അങ്ങനെയാണ്. ഈ കൊല്ലപ്പെട്ട മുകേഷ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെയും കാട്ടാനക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട്. പക്ഷേ മൃഗങ്ങളാണ്. ഏത് സമയത്താണ് അവയുടെ ആ ഒരു രീതി മാറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിലച്ചിരിക്കാതെ ഉണ്ടായ ഒരു അപകടമാണ്. അപകടത്തിലാണ് ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. വേദനാജനകമാണ് ഈ വാർത്ത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.